ഹായ് ഫ്രണ്ട്സ്, പാലക്കാരൻ മീഡിയയുടെ മറ്റൊരു പുത്തൻ ടെക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ ബോട്ടിൻ്റെ ഒരു ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ അതിൻ്റെ വിശേഷത്തിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഐറ്റം, ബോട്ടിൻ്റെ ഐറ്റം നമ്മൾക്ക് ആദ്യമായിട്ടാണ് ബോട്ടിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം കിട്ടുന്നത്. അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഒക്കെ ഉള്ള സാധനമാണ് ബോട്ട്, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് 2.1. ഇതിൻ്റെ ഒരു മോഡൽ പറയുകയാണെങ്കിൽ ബ്ലിറ്റ്സ് 1500 എന്ന മോഡലാണ് നമ്മുടെ ഇരിക്കുന്ന സാധനം. ഇതൊരു അൺബോക്സിംഗ് ഒന്നുമല്ല, യൂസ്ഡ് റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് ആദ്യം കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ റിമോട്ടുണ്ട്. റിമോട്ടിൻ്റെ കൂടെ ബാറ്ററി ഒന്നും ഇല്ലായിരുന്നു, ഓൺലി റിമോട്ട് മാത്രമാണ്, സിമ്പിൾ റിമോട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഇത് RF to 3.5M കൺവെർട്ടറാണ്. RF കോഡിനെ 3.5M ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്തിട്ട് ഓഡിയോയിന് കൊടുക്കാൻ പറ്റുള്ളൊരു ഓപ്ഷനാണിത്. പിന്നെ നമുക്ക് വാറണ്ടി കാർഡുണ്ട്, 1 year വാറണ്ടിയാണ് കേട്ടോ. പിന്നെ യൂസർ ഗൈഡുണ്ട്, യൂസർ ഗൈഡിൽ A to Z കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 2.1 കൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്പെക്കുകൾ നമുക്ക് പറയാം. മെയിൻ സ്പെക്ക് പറയാനുള്ള 2.1 ചാനൽ ക്യാപ്റ്റിവേറ്റിംഗ് എക്സ്പീരിയൻസ്, അതായത് 2.1 ആണ് നമ്മുടെ ഇരിക്കുന്നത്. അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, 2 ചാനലും ഒരു സബ്വൂഫർ അടങ്ങുന്നതാണ് 2.1. പിന്നെ ഉള്ളത് 50 watts RMS ആണ്. ഇതിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് ആവട്ടോ, അതായത് 2 ചാനലും സബ്വൂഫറോട് കൂട്ടി 50 വാട്ടാണ് ഇത് വരുന്നത്. പിന്നെ 5 എൻ്റർടൈൻമെൻറ്റ് ഇക്വലൈസർ മോഡുണ്ട്, 5 ഇക്വലൈസർ മോഡുണ്ട് റിമോട്ടിൽ, നമുക്ക് ഇട്ട് നോക്കാം. പിന്നെ RGB LEDs, മുൻവശത്ത് തന്നെ RGB LED വെച്ചിട്ട് നല്ല രസമായിട്ടൊരു LED സെറ്റിങ്സ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കാണാം. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റീസ് പറയുകയാണെങ്കിൽ യൂഷ്വലി ഉള്ളതൊക്കെ തന്നെ എല്ലാം ഇതിലും ഉണ്ട്. USB ഉണ്ട്, SD കാർഡുണ്ട്, അതുപോലെ ബ്ലൂടൂത്ത് ഉണ്ട്, FM ഉണ്ട് ഇതിൽ, അതുപോലെ ഓക്സിലറി ഉണ്ട്. HDMI ഇല്ല, ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. ഇനി ഒരു ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് വുഡൻ ബോക്സ് തന്നെയാണ്. ഫ്രണ്ടിൽ നമുക്ക് പ്ലാസ്റ്റിക് പാനലാണ് വരുന്നത്. അതുപോലെ ഒരു റൗണ്ടിനകത്താണ് സ്വിച്ചസ് വരുന്നത്. ഈ റൗണ്ട് തിരിക്കുന്നതല്ല കേട്ടോ, ഇത് നമ്മൾ മൈക്രോ സ്വിച്ചസ് ആണ്. പ്രസ് ചെയ്ത് നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഇങ്ങനത്തെ ഡിസൈനുകളൊക്കെ ഓൾറെഡി വന്നിട്ടുള്ളതാണ്. അതുപോലെ ചെറിയ ചാനൽസൊക്കെ ആണെങ്കിലും ആ രീതിയിലാണ്, സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള സംഗതികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ സ്വിച്ച് ഉണ്ട്, പവർ സ്വിച്ച് ഓൺ ആക്കാനുള്ളത്. അതുപോലെ പവർ കോഡ് AC വർക്ക് ചെയ്യുന്നതാണ്, പവർ കോഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ FM-ൻ്റെ ഒരു ആരനാവേർ ഇട്ടിട്ടുണ്ട്, FM-ൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, അതിനായിരിക്കാം. അതുപോലെ ഇൻപുട്ടും ഔട്ട്പുട്ടും RF ടൈപ്പ്, അതിൻ്റെ പോർട്ടുകളുണ്ട് ഇവിടെ. ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ USB ടോപ്പിലാണ്, ടോപ്പിൽ പെൻ ഡ്രൈവ് നമുക്ക് റീഡ് ചെയ്യിക്കാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാണിക്കാനുള്ളത് സബ്വൂഫറാണ്. അടിവശത്താണ് സബ്വൂഫർ വരുന്നത്. സബ്വൂഫറും അതിൻ്റെ എയർ ഹോളും അടിവശത്താണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഡൗൺ ഫയറിംഗ് സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത്. അടിവശത്ത് സബ്വൂഫർ വരുന്നത് നമ്മുടെ JBLൻ്റെ ഒക്കെ സബ്വൂഫറിൻ്റെ ഒക്കെ അടിവശത്ത് അവരിത് ചെയ്യുന്നുണ്ട്. അതേ ഒരു മാതൃകയാണ് ഇതിനകത്ത് ഒരു ഫോളോ ചെയ്യുന്നത്, ഡൗൺ ഫയറിംഗ് സിസ്റ്റം. ഇനി നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നോ, അതിൻ്റെ ഒരു പവർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ 2 ചാനൽ നമ്മൾ ഇത് ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുക. 2 ഔട്ട്പുട്ടുണ്ട്, അതിൽ കണക്ട് ചെയ്യുക. പിന്നെ AC കോഡ് നമ്മൾ കണക്ട് ചെയ്താൽ മതി. പ്ലഗ് ഇൻ ചെയ്ത് നമ്മൾ ഓൺ ആക്കുവാണ്. പവർ റിമോട്ട് പവർ ഓൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു LED ഡിസ്പ്ലേ ഉണ്ട്. ഇപ്പം അതേ ബ്ലൂടൂത്ത് മോഡിൽ കിടക്കുന്ന BT എന്ന് കാണിച്ചിട്ടുണ്ട്. താഴെ RGB LED എന്ന് പറഞ്ഞ ആ സംഭവം ഇതാണ്, നല്ല രസമുണ്ട് കാണാൻ. റെഡ്, ഗ്രീന്, ബ്ലൂ 3 കളറുണ്ട്, അതാണ് RGB LED എന്ന് പറയുന്നത്. നല്ല രീതിയിൽ തന്നെ നല്ല ഡിസൈൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിനി മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ബ്ലൂടൂത്താണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ബ്ലൂടൂത്ത് നമ്മൾ ഓണാക്കി ഇങ്ങനെ സെർച്ച് ചെയ്താൽ താഴെ കാണാം ബ്ലിറ്റ്സ് 1500 അതാണ്, കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ആ ഒരു കണക്റ്റ് ആയതിൻ്റെ സൗണ്ടുണ്ട്.
അപ്പോൾ വർക്ക് ചെയ്യിച്ചിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഞാൻ കംപ്ലീറ്റ് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. അതിന് കാരണം നല്ലൊരു ഹൈ പ്യൂരിറ്റി സൗണ്ടൊന്നും എനിക്ക് അതിൽ നിന്ന് കിട്ടിയില്ല. അതുപോലെ ബേസ് ആണെങ്കിലും ഒരു നല്ലൊരു പവറൊന്നും കിട്ടിയില്ല. അതുപോലെ ഞങ്ങൾ സോങ്സ് ഒക്കെ ഇട്ടിട്ട് സംഭവം ഒന്ന് വോളിയം നന്നായിട്ട് കൂട്ടി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പതർന്നതായിട്ടൊക്കെ ഒന്ന് ഫീൽ ചെയ്തു. എങ്കിലും നോർമലി ഗുഡാണ്. പക്ഷേ ഞങ്ങളിത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് എ ബേസ് അല്ലെങ്കിൽ ജസ്റ്റ് എ ട്രിബിൾ, ഒരു നോർമൽ ഓഡിയോ വിത്ത് ചെറിയൊരു എഫക്ട്സ് മതി എന്നുള്ളവർക്ക് ഇത് പ്രിഫർ ചെയ്യാം. അപ്പോൾ എന്നത്തെയും പോലെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാം നിങ്ങൾ ലിങ്ക് നോക്കി വാങ്ങിച്ചോളാമെന്ന് പറയുന്ന പോലെ ഞാനിത് പറയുന്നില്ല. ജെന്യുവനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി റേറ്റ് കയറി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് യൂട്ടിലൈസ് ചെയ്ത് ഇത് വാങ്ങാൻ നിൽക്കേണ്ട. ഇത് അത്യാവശ്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് എ ബേസ് അല്ല ജസ്റ്റ് എ സൗണ്ട്, അങ്ങനെ ഒരു നോർമൽ ഔട്ട്പുട്ട് ഉള്ളവർക്ക് പറ്റിയ സാധനമാണിത്. ഞങ്ങൾ വാങ്ങിച്ച ഒരു 2800 റേറ്റിനാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് റേറ്റ് ആണെങ്കിൽ പോലും ഇത് മേടിക്കേണ്ട. അല്ലാത്തവർക്ക് ഈ ഒരു റേറ്റ് താഴെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ലിങ്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വാങ്ങാനാണ്. പിന്നെ വാങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ തന്നെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുള്ള മറ്റു കുറച്ച് സൗണ്ട് സിസ്റ്റംസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് കൂടെ നിങ്ങളൊന്ന് പരിശോധിച്ചതിന് ശേഷം ഇത് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കഴിഞ്ഞാൽ ഇതിലും ക്വാളിറ്റിയുള്ള ഐറ്റംസ് കിട്ടാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ടെക് വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.